ഹായ് ഓൾ, എബിഡി സാറാണേ. നമ്മുടെ ക്ലാസ്സസൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ചാപ്റ്റേഴ്സൊക്കെ ഫിനിഷ് ആയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിൻ്റെ കാര്യത്തിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിൽ നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട് സ്കൂളുകളിൽ. അപ്പോൾ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ പല മക്കളും വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. ചില മക്കൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾക്ക് എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം സൈലം കൃത്യമായിട്ടും ഈ മക്കൾക്ക് എങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സും ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ എക്സാമിനേഷൻസും എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കുന്ന, ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ബാച്ചസ് 8, 9, 10 ക്ലാസ്സുകളിലെ മക്കൾക്ക് വേണ്ടി സൈലം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് യോധ ബാച്ചാണ്. 8ാം ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ന്യൂ NCERT ആണ്. ഒബ്വിയസ്ലി കുറേ അധികം മക്കൾ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഈ പറയുന്ന NCERT എന്ന് പറയുമ്പോൾ NCERTയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പരിചയപ്പെടേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച സമയത്ത് നമുക്ക് എന്തുണ്ടായിരുന്നു, PYQs ഉണ്ടായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം വന്ന സമയത്ത് നിങ്ങൾക്ക് എന്തില്ല, ഏത് ഏരിയാസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോർഷൻസ് ഏതാണ്, ഇങ്ങനെയുള്ള കുറേയധികം കൺഫ്യൂഷൻസോ കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ 9th കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നിഞ്ച ബാച്ചാണ് സൈലം 9th CBSE മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരുക്കിയിട്ടുള്ളത്. 9th കേസ് എടുക്കുമ്പോൾ നമ്മുടെ 10th പോകാനുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് 9th ആണ്. 10th പഠിക്കുന്ന പല ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്, 9th ആണ് കിട്ടുന്നത്. അതിനെക്കുറിച്ചുള്ള ബേസിക് നോളജ് കിട്ടുന്നത് 9th നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 10th നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യണമെങ്കിൽ 9th നമ്മൾ കൃത്യമായിട്ടും എന്ത് ചെയ്തിരിക്കണം, ആ ബേസ് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 10th എത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആക്കുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി കവർ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 9th മക്കൾക്ക് വേണ്ടി നിഞ്ച ബാച്ച് ഉണ്ട്. അതുപോലെ തന്നെ 10th മക്കളെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് മക്കളെ എന്ത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, ഒരു ബോർഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടും എന്ത് വേണം, എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിനേഷൻസ് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ 10th മക്കൾക്ക് വേണ്ടി സൈലം ഒരുക്കിയിട്ടുള്ളത് അസ്ത്ര ബാച്ചാണ്. അപ്പോൾ ഈ 3 ബാച്ചിലേക്കും നമ്മുടെ യോധ, നിഞ്ച ആൻഡ് അസ്ത്ര, ഈ 3 ബാച്ചിലേക്കും അഡ്മിഷൻ എടുക്കാത്ത പല മക്കളും ഉണ്ടാകും. പല മക്കളും നമ്മുടെ ബാച്ചിൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നാലും ചില മക്കൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ കിഡിലൻ ഒരു ഓഫറിനെ കുറിച്ചാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതെ, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറാണ് ഫ്രീഡം ടു എക്സൽ, FTE എന്നുള്ള ഒരു കോഡ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഓഫർ അവൈൽ ചെയ്യേണ്ടത്. അത് കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നതായിരിക്കും മക്കൾക്ക് അറിയാനായിട്ടുള്ള താല്പര്യം എന്ന് പറയുന്നത്. അത് മക്കളെ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ 4, 5, 6 പാർട്ടുകളായിട്ടായിരിക്കും. ചാപ്റ്ററിൻ്റെ ലെങ്ത് അനുസരിച്ച് പാർട്ടുകളും എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബാച്ചിൽ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഹിസ്റ്ററിയുടെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 60 MCQ ആണ് മക്കൾ എന്ത് ചെയ്യുക, പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചു തീർക്കുന്നത് 60 MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്നത് ബോർഡ് എക്സാമിനേഷൻ്റെ കേസിലേക്കൊക്കെ വരുമ്പോൾ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ച് തന്നെ പോകണം. അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. ഈച്ച് ആൻഡ് എവറി ലൈവ് ക്ലാസ്സസ് കഴിയുമ്പോഴും സ്ലൈഡ്സും നോട്ട്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഞാൻ ഈ പറഞ്ഞ DPPs കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഇതിനേക്കാളൊക്കെ അപ്പുറം വലിയൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാനുള്ളത് എക്സാമിനേഷൻ്റെ കാര്യം തന്നെയാണ്. നമ്മൾ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, മുമ്പേ പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മുമ്പേ എക്സ്പീരിയൻസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും നമ്മൾ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാ ക്ലാസ്സിലും, 8 ആണെങ്കിലും 9 ആണെങ്കിലും 10ാം ക്ലാസ്സിലാണെങ്കിലും ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും നമ്മൾ കൃത്യമായിട്ടും എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ടേം എക്സാമിനേഷൻസും കൃത്യമായിട്ടും ഓരോ ഇൻ്റർവൽസിനും ടേം എക്സാമിനേഷൻസ് ഉണ്ട്, മോഡൽ എക്സാമിനേഷൻസും, ഇങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് എക്സാമിനേഷനും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ എക്സാമിന് വേണ്ടി അയക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡൗട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഓഫർ നേടിയെടുക്കേണ്ടത് എന്നുള്ളതായിരിക്കും. അത് മക്കളെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ എന്ത് ചെയ്യാം, നമ്മുടെ സൈലം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻറോൾ ചെയ്തതിന് ശേഷം അവിടെ ഒരു കൂപ്പൺ കോഡ് റെഡീം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രീഡം ടു എക്സൽ അല്ലെങ്കിൽ FTE 10 എന്നുള്ള ഒരു കൂപ്പൺ കോഡ് അടിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 10% ഓഫർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ മക്കളും സൈലത്തിൻ്റെ ബാച്ചിലേക്ക് വേണം, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാം.